ആളാണ്. അതുകൊണ്ടാണ് പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് ആരും ഇടത്തോടെയും വടത്തോടെയും വന്ന് കയറില്ല. പടിഞ്ഞാറ് വശത്തൂടെ വന്ന് കയറി പാദത്തിൽ മുത്തി അകത്ത് കയറും. നിങ്ങൾ എങ്ങനെയാണ് കയറുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇഷ്ടമുള്ളിടത്തോടെ കയറും. കർത്താവിൻ്റെ പാദത്തിൽ മുത്തി അകത്ത് കയറുമ്പോൾ അവിടുത്തെ ശരീരമാണ്. നിങ്ങൾ നിൽക്കുന്നത് അവിടുത്തെ ശരീരഭാഗത്താണ്. മദ്ബഹ അവിടുത്തെ ശിരസാണ്. അതുകൊണ്ടാണ് ഈ എവങ്കേലിയോൻ അവിടുത്തെ മൗത്ത്. വചനം വായിക്കുന്നു, അവിടുന്ന് പറയുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. അതുകൊണ്ടാണ് അൾത്താര അവിടുത്തെ കാൽവരിയാണ്, ബലിപീഠമാണ്, സിംഹാസനമാണ്, ബലിയർപ്പിച്ച സ്ഥലമാണ്. നോക്കുക, ഇപ്പോൾ ദേവാലയത്തിൽ വരുമ്പോൾ എങ്ങനെ കയറണം, നിൽക്കുന്ന സ്ഥലം ഏതാണ്, ഇനി മദ്ബഹ എന്താണ്? മദ്ബഹ സ്വർഗത്തിൻ്റെ മറ്റൊരടയാളമാണ്, ഭൂമിയിലെ സ്വർഗത്തിൽ. ഇനി മലങ്കര സുറിയാനി കത്തോലിക്ക ആരാധനക്രമം അനുസരിച്ച് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. കൂടുതൽ സമയവും നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? മറ്റു പല കുർബാനകളിൽ ഇരിക്കാൻ കുറച്ചും കൂടി സമയമുണ്ട്. ഇതിനകത്ത് നിൽക്കാനേ ഒരു സമയം മാത്രമേ ഉള്ളൂ ഇരിക്കാൻ. നിങ്ങൾക്ക് വിഷമം തോന്നും, എന്നാലും അതിൻ്റെ അർത്ഥം എന്താ? നിൽപ്പ് ഉണർവിൻ്റെ ലക്ഷണമാണ്. ഇരിപ്പ് അത് ആലസ്യത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും അടയാളമാണ്. നമ്മൾ ഉത്സാഹത്തോടെ, മറിയം എലിശബയെ കാണാൻ തിടുക്കത്തിൽ പോയി എന്ന് പറയുന്നു. അതുപോലെ കല്ലറയിൽ നിന്ന് മറിയം തിടുക്കത്തിൽ ഓടി പത്രോസിൻ്റെ അടുത്തേക്ക് വന്നു, അല്ലേ? ഇതെല്ലാം വേദപുസ്തകത്തിലെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഉണർവോടെ, ജാഗരൂകതയോടെ എവിടേക്ക് പോവുക? സ്വർഗീയ ജെറുസലേമിലേക്ക്. ഇടയൻ ഇവിടെ നിൽപ്പുണ്ട്. പഴയ നിയമത്തിൽ ഇടയൻ പിറഭാഗത്തല്ല നിൽക്കുക, ആടിൻ്റെ പിറകിലല്ല, ആടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അവനൊന്ന് വിളിച്ചാൽ മതി, ആട് വരും. നമ്മുടെ ഇന്ന് പിറകിൽ നിന്നെങ്കിലേ പറ്റുള്ളൂ, പിള്ളേരുടെയൊക്കെ പിറകിൽ നിന്നേ പറ്റുള്ളൂ. അന്നങ്ങനെ അല്ല. യഹൂദ സംസ്കാരത്തിൽ ഇടയൻ മുന്നെയാണ് നിൽക്കുന്നത്. അത്രമാത്രം ആടുകളുമായിട്ട് അവന് ബന്ധമുണ്ട്. വിളിച്ചാൽ വരും. അവൻ്റെ ലക്ഷ്യം നോക്കി ആട് നീങ്ങും. അങ്ങനെ ദൈവത്തിൻ്റെ പുരോഹിതൻ മദ്ബഹായിൽ എന്ന് പറയുന്നു, നമുക്ക് പോകാം ജെറുസലേമിലേക്ക്, നിത്യതയിലേക്ക്. ഇത് നിൻ്റെ നിത്യവാസമല്ല. ഇത് ഇവിടെ കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ അവൻ്റെ സന്നിധിയിലെത്തണം. ദേവാലയം ഓരോ നിമിഷവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ സ്വർഗീയ ജെറുസലേമിനെ കുറിച്ചാണ്. നിന്റെ വാസം ഇവിടെയല്ല, നീ സ്വർഗത്തിലേക്ക് പോകേണ്ടവനാണ്, പോകേണ്ടവളാണ്. അതുകൊണ്ട് നീ പ്രാർത്ഥനയോട്, ജാഗരൂകതയോട്, വിശ്വാസത്തോടെ ഒരുക്കമുള്ളവളായിരിക്കണം, ഒരുക്കമുള്ളവനായിരിക്കണം. നമ്മൾ ഇടവകയിൽ വരുന്ന എന്തിനാ പ്രാർത്ഥിക്കുന്നത്? വീട്ടിലിരുന്ന് സുഖമായി. ഇന്ന് പല വീടുകളിലും അൾത്താര പോലെ മനോഹരമായ പ്രാർത്ഥനാ മുറിയുണ്ട്, അല്ലേ? മിക്ക വീടുകളിലും പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലുണ്ട്. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഈശോ കേൾക്കില്ലേ? കേൾക്കും. അത് മതിയെന്ന് പറയുന്ന ചില മനുഷ്യർ, അമ്മമാരും അപ്പന്മാരും ഒക്കെ ഇന്നുണ്ട്. നമുക്കിന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, പള്ളിയിൽ പോയിട്ട് എന്ത് കാര്യം? ചില കുഞ്ഞുങ്ങളും അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ട്യൂഷന് പോകാം. പള്ളിയിൽ പോകുന്നത്, അവിടെ പ്രാർത്ഥിച്ചാലും വീട്ടിൽ പ്രാർത്ഥിച്ചാലും തമ്മിലുള്ള വ്യത്യാസം കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. പള്ളിയിൽ ഉള്ള ദൈവസാന്നിധ്യവും വീട്ടിലുള്ള ദൈവസാന്നിധ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ അച്ഛൻ 5 ദൈവസാന്നിധ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ദൈവം എല്ലായിടത്തുമുണ്ട്, നമ്മുടെ വീട്ടിലുമുണ്ട്, പള്ളിയിലുമുണ്ട്. 2-3 പേര് എവിടെയുണ്ടെങ്കിലും അവിടെ ദൈവമുണ്ട്. വീട്ടിലും 2-3 പേരുണ്ട്, ദൈവമുണ്ട്. ഇവിടെയും ദൈവമുണ്ട്. ഇവിടെ പലരുണ്ട്.
ഇവിടെയുള്ള സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത ഒന്ന്, ഇത് പ്രതിഷ്ഠിക്കപ്പെട്ട സാന്നിധ്യമാണ്. ഇവിടെ ദൈവത്തിന് വേണ്ടി പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട ആലയം. അത് നമ്മുടെ മതത്തിൽ മാത്രമല്ല, മറ്റ് മതത്തിലും ഒരു കല്ലിനെ അവർ ശുശ്രൂഷ നടത്തി ആദരിച്ച് വെച്ചാൽ അതൊരു പ്രതിഷ്ഠയായി. പിന്നെ അവിടെ പൂക്കളും എണ്ണയൊക്കെ ആയി. പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലത്ത് ദൈവമുണ്ടെന്നുള്ളത് മനുഷ്യൻ്റെ പൊതുവിലുള്ള വിശ്വാസമാണ്. പള്ളി ഇന്നത്തെ കൂദാശയിലൂടെ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം സമൃദ്ധമാണ്. 2, വീട്ടിലില്ലാത്ത മറ്റൊരു സാന്നിധ്യം വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം. അത് പള്ളിയിലേ ഉള്ളൂ. കൂദാശകളുടെ സാന്നിധ്യം, സ്നേഹത്തിൻ്റെ മഹോന്നത ഭാവമായ പരിശുദ്ധ കുർബാന പള്ളിയിലാണ്. അവിടെയാണ് അർപ്പിക്കപ്പെടുന്നത്. ആ സാന്നിധ്യം, നിത്യസാന്നിധ്യം ഇവിടെയാണ്. ആ കാരുണ്യ സാന്നിധ്യം എന്ന് പറയുന്നത് മറ്റ് സാന്നിധ്യങ്ങളെ അതിനെല്ലാം മേലെയാണ്. അതിനപ്പുറം മറ്റൊരു സാന്നിധ്യം ഇല്ല. അത് പള്ളിയിലാണ്. ഇനിയും പൗരോഹിത്യ സാന്നിധ്യം, യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി പുരോഹിതൻ, ശ്രേഷ്ഠ പുരോഹിതൻ നിൽക്കുന്ന ഇടം പള്ളിയാണ്. അതുകൊണ്ടാണ് ജെറുസലേം ദേവാലയം പരിശുദ്ധമായിട്ട് എല്ലാവരും ഏറ്റുപറഞ്ഞത്. ഈശോ പോലും ആണ്ടിൽ 3 തവണ അവിടെ പോയിരുന്നു. കാരണം ദേവാലയം ദൈവത്തിൻ്റെ ഇടമാണ്. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പള്ളിയിൽ വരണം, പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ തന്നെ ഇരിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്, പൗരോഹിത്യത്തിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. പ്രതിഷ്ഠിതമായ സാന്നിധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ടാണ് പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചാലും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും എങ്ങനെ വ്യത്യാസമുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ സാന്നിധ്യ വ്യത്യാസം മനസ്സിലാക്കിയാൽ വിശ്വാസത്തിൻ്റെ ക്രമത്തിൽ തന്നെ മാറ്റങ്ങൾ വരും. ഇന്ന് മൂല്യങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ധാരാളം ദൈവനിഷേധങ്ങൾ നടക്കുമ്പോൾ ഈ സത്യത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. നമുക്ക് ബോധ്യം വേണം. കർത്താവിൻ്റെ ശരീരമാണ് ദേവാലയം, അവിടുത്തെ പാദമാണ് കയറി വരുന്ന സ്ഥലം, മദ്ബഹ അവിടുത്തെ ശിരസ്സാണ്, എവൻഗേലിയും പീഠം അവിടുത്തെ മൗത്താണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതുപോലെ ഈ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് വേണം. യേശയ്യ ഇത് മനസ്സിലാക്കിയിരുന്നു. ആ പ്രവാചകന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് തീ അല്ലോ ഈ മദ്ബഹ എന്ന് പറഞ്ഞാൽ അഗ്നി സമാനമാണ്. അതിനെ ദഹിപ്പിക്കാനും നമ്മളെ ഉൾക്കൊള്ളുവാനും കഴിവുണ്ട്. ആ ബോധ്യത്തിൽ ജീവിക്കുക. ഇന്ന് നമ്മുടെ 4 കുട്ടികൾ ആദ്യമായിട്ട് ആഘോഷത്തോടെ ആദ്യ കുർബാന സ്വീകരിക്കുന്നു. കാതറിൻ ലിറ്റോ, വില്യംസ് ലിറ്റോ, എഡ്വിൻ ബിനു. കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായിരുന്നു. അവരുടെ പേര് കേട്ടപ്പോൾ അതിലും വലിയ സന്തോഷം. ഫൗസ്തീന, കാതറിൻ, വില്യം, എഡ്വിൻ ഇതൊക്കെ വിശുദ്ധരാണ്. ഞാൻ ഹൃദയപൂർവ്വം മാതാപിതാക്കളെ അനുമോദിക്കുകയാണ്. ഇത്തരം പേരുകൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ഈ കുഞ്ഞു മക്കൾക്ക് നൽകിയല്ലോ. ഇവർ ഇതുപോലൊക്കെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ കുഞ്ഞുങ്ങളാണ് ഈ പള്ളിയിലെ പ്രധാനപ്പെട്ട ഗസ്റ്റ്. അവർക്കാണ് ഇന്ന് കസേര കൊടുത്തിരിക്കുന്നത്, അവർക്കാണ് ഇന്ന് കിരീടമുള്ളത്. അവർ 4 പേരും മാലാഖ കുഞ്ഞുങ്ങളെപ്പോലെ അണിഞ്ഞൊരുങ്ങി സന്തോഷത്തോടെ ഇരിക്കും. യാതൊരു ക്ഷീണവും അവരുടെ മുഖത്തില്ല. കാരണം എന്തെന്നറിയാമോ? അവർ സ്വീകരിക്കാൻ പോകുന്നത് അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അടയാളമായ, ജീവിതത്തിൻ്റെ മുഴുവൻ കാരണമായ
സർവശക്തനെയാണ്. ഇതുപോലൊരു ഭാഗ്യം കുഞ്ഞുങ്ങളെ ഇനിയും വേറെ കിട്ടില്ല. ചോറ് കഴിച്ചാൽ ദഹിച്ചു പോകും, വണ്ടി വാങ്ങിച്ചാൽ ഇടിച്ചു പോകും, അല്ലെ പഴകിപ്പോകും, വീട് വാങ്ങിച്ചാൽ അതും ഇല്ലാതാകും, ഒറ്റ വെള്ളപ്പൊക്കം മതി. സ്വർണം ചിലപ്പോൾ കളഞ്ഞു പോകും, മോഷ്ടിച്ചുകൊണ്ട് പോകും. ഒരിക്കലും നശിക്കാത്ത ഒരൊറ്റ നിക്ഷേപമേ ഉള്ളൂ പരിശുദ്ധ കുർബാന. അത് നിധിയാണ്. ഇറ്റ് ഈസ് എ ട്രഷർ. അത് ഇവിടത്തേക്ക് മാത്രമല്ല, സ്വർഗത്തിലേക്ക് പോകാനുള്ള ആഹാരമാണ്. നിത്യജീവൻ്റെ അപ്പം. എന്താണ്? നിത്യജീവൻ്റെ അപ്പം. അതാണ് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നത്. ഇവിടെ നിന്ന് അവൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള വഴിയാഹാരം. അതിൻ്റെ പേരാണ് എമ്മാനുവേൽ. അതിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം. എല്ലാ കൂദാശകളും ഈ കൂദാശയിൽ നിന്നാണ് വരുന്നത്. മാമുദീസായും മുറോനഭിഷേകവും സ്ഥൈര്യലേപനവും കുംഭസാരവും വിവാഹവും പട്ടത്വവും എല്ലാം ഈ കൂദാശയിൽ നിന്നാണ്. ആ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ ഇന്ന് നിങ്ങൾ നാവിൽ സ്വീകരിക്കാൻ പോകുകയാണ്. മാർത്തോമാ ശ്ലീഹ കർത്താവിൻ്റെ മുറിവ് തൊട്ടു, എന്നിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗാഡ്. ഇന്ന് കർത്താവിൻ്റെ ആ മുറിവ്, ആ അപ്പം നിങ്ങളെ തൊടാൻ പോവുക. മാർത്തോമാ ശ്ലീഹ തൊട്ട ആ തിരുശരീരം നിങ്ങളുടെ നാവിനെ തൊടാൻ പോവുകയാണ്. എന്ത് പറയണം? മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. മാർത്തോമാ ശ്ലീഹ നിലവിളിക്കുകയായിരുന്നു. നിങ്ങളും കരഞ്ഞ് പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ എത്ര ബലഹീനയാണ്, നീ എന്നിലേക്ക് വരാൻ, നീ എന്നിൽ നിറയണമേ. പരിശുദ്ധ മറിയം കർത്താവിനെ സ്വീകരിച്ചു, എലിശബായ്ക്ക് കൊണ്ടു കൊടുത്തു, ലോകത്തിന് മുഴുവനും നൽകി. അതുപോലെ നിങ്ങളും ഈ സ്വീകരിക്കുന്ന കർത്താവിനെ സ്കൂളിൽ കൊടുക്കണം, വീട്ടിൽ കൊടുക്കണം, അയൽവക്കത്ത് കൊടുക്കണം. വളരും തോറും കർത്താവ് നിങ്ങളിലും വളരണം. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ ഒരുക്കിയ ആളുകൾ, ബഹുമാനപ്പെട്ട അച്ഛനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഞാൻ അനുഗ്രഹങ്ങളും അനുമോദനങ്ങളും നേരുകയാണ്. നിങ്ങൾ ഭാഗ്യപ്പെട്ടവരാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് നിത്യജീവൻ്റെ സമ്മാനം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് ദൈവമഹത്വമാണ്. നിങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ